സ്വർഗത്തിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും ചെറിയ പദവി, ഏറ്റവും വലിയ പദവി, ഇത് രണ്ടും പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ അറാദ അല്ലാഹു റഹ്മതൻ മൻ അറാദ മിൻ അഹ്ലിൻ നാർ. അല്ലാഹു നരകത്തിൽപ്പെട്ട ചില ആളുകളോട് കരുണ കാണിക്കാൻ ആഗ്രഹിച്ചാൽ, നരകത്തിൽ പെട്ടുപോയ ചില ആളുകളോട്, ജീവിതത്തിൽ തൗഹീദ് ഉണ്ട് എന്ന കാരണം കൊണ്ട് മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ടവർ, എന്നാൽ ചെയ്തുപോയ തിന്മകളുടെ പാപക്കറകൾ പൊറുക്കപ്പെടാത്തതിന്റെ പേരിൽ ചെയ്തുപോയ പാപങ്ങൾക്ക് വേണ്ടി നരകത്തിൽ യുഗങ്ങളോളം കിടക്കേണ്ടി വന്ന ദുർഭാഗ്യവാന്മാർ, തൗഹീദിന്റെ ബലത്തിൽ മാത്രം അവരവസാനം രക്ഷപ്പെടുന്നുണ്ട്, ശിക്ഷകൾ മുഴുവൻ അനുഭവിച്ചിട്ട്. മലക്കുകളോട് അള്ളാഹു കൽപ്പിക്കും, അമറല്ലാഹുൽ മലായികത അൻ യുഖ്രിജൂ മൻ കാന യഅ്ബുദുല്ലാഹ്. അള്ളാഹുവിനെ മാത്രം ആരാധിച്ചവരെ ആ നരകത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക. റബ്ബ് പ്രവാചകന്റെ ശഫാഅത്താണ്. റബ്ബേ, തൗഹീദുള്ളവർക്ക് നീ അതിൽ നിന്നൊരു മോചനം കൊടുക്ക റബ്ബേ എന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശഫാഅത്ത് കൊണ്ട് റബ്ബ് കൽപ്പിക്കണം മലക്കളോട്, പുറത്തു കൊണ്ടുവന്നോ തൗഹീദിന്റെ കണികയെങ്കിലും ഹൃദയത്തിലുള്ളവരെ. മലക്കൾ കൊണ്ടുവരും. ഫയുഖ്രിജൂനഹും ഫയസുബ്ബു അലൈഹിം മാഅൽ ഹയാത്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കരിക്കട്ടകളായി വരുന്നവർക്ക് മുകളിലേക്ക് ജീവജലം മലക്കൾ ഒഴിക്കും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ ഈ ജലപ്രവാഹമുള്ള, ജലമൊഴുകുന്ന നദിക്കരകളിൽ വളരുന്ന സസ്യങ്ങളെ കണ്ടിട്ടില്ലേ? എത്ര പുഷ്ടിയോടുകൂടെയാണ് അത് വളരുന്നത്. യഥേഷ്ടം വെള്ളം ലഭിച്ച്, വളം ലഭിച്ച് നദിക്കരകളിൽ വളരുന്ന സസ്യങ്ങളെപ്പോലെ മാഉൽ ഹയാത്ത് തങ്ങളുടെ ശരീരത്തിലേക്ക് ചൊരിയേണ്ട താമസം, സൗന്ദര്യവും അവരുടെ ജീവിതത്തിന്റെ ആനന്ദവുമെല്ലാം അവരിലേക്ക് തിരിച്ചു വരുന്ന അത്ഭുത കാഴ്ചക്ക് അവർ വിധേയരാകും. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഒരു സ്വർഗത്തിലേക്കുള്ള വഴിയിലെ ഒരു മരത്തിന്റെ സമീപത്ത് കൊണ്ടുപോയി, വർണ്ണാഭമായ അത്ഭുതകരമായ കാഴ്ചകളുള്ള അതീവ സൗന്ദര്യത്തിന്റെ ഒരു ലോകം, ഒരു വൃക്ഷത്തിന്റെ തണൽ. സ്വർഗമൊന്നുമല്ല, സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന് പറഞ്ഞത്. അവിടെ ഇരിക്കും. ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, റബ്ബേ, നീ എന്നെ നരകത്ത് നിന്ന് കാത്തല്ലോ, അത് മതി, ഒന്നും വേണ്ട. പക്ഷെ അതിനേക്കാൾ സൗന്ദര്യമുള്ള അത്ഭുതകരമായ മറ്റൊരു മരം തന്റെ ആ വഴിയിൽ തനിക്ക് മുമ്പിലുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ അയാൾക്ക് ക്ഷമ കിടും. റബ്ബിനോട് അഭ്യർത്ഥിക്കും, റബ്ബെ, അവിടേക്കൊന്ന് എത്തിച്ചേരും. റബ്ബ് ചോദിക്കും, ഇത് തന്നാൽ വേറെ എന്തെങ്കിലും ചോദിക്കും, ഒന്നുമില്ല, അത് മതി. റബ്ബ് അവനോട് പറയും, നീ അവിടെ പോയിരുന്നു. അവിടെ എത്തി. അവിടെ എത്തുമ്പോൾ വീണ്ടും അവൻ തന്റെ വാഗ്ദാനം ലംഘിക്കും. റബ്ബെ, അടുത്ത മരം. അങ്ങനെ അങ്ങനെ ഓരോ മരങ്ങൾ കടന്നുപോയി സ്വർഗത്തിന്റെ കവാടത്തിന്റെ അടുക്കലുള്ള മരത്തിലേക്ക് എത്തുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവസാനം റബ്ബിനോട് അവന് പറയും, റബ്ബേ, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ